അപ്പം ഞാനും തനും കൂടി ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്ര പോകുന്നതിനെ പറ്റി പറയാനാണ്. നമ്മൾ ഗോവയ്ക്ക് പോവുക കേട്ടോ. അപ്പോൾ തനുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഗോവയ്ക്ക് പോവുകയാണ്. ഒരു 3 days സ്മോൾ ജേർണി. അപ്പോൾ ഇനി ഗോവയിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. തനു ഇസ് സോ എക്സൈറ്റഡ്. ടാറ്റ. നമ്മുടെ പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും റെഡിയാണ്. ഇത് ഇന്നലെ ആക്ച്വലി തനുവിൻ്റെ ബർത്ത്ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പ്രീ ബർത്ത്ഡേ ഷൂട്ട് ചെയ്തു, അതിൻ്റെയാണ്. ഓൾ റെഡി? അച്ഛാ റെഡി? അമ്മയും തനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പോവാണ്. ഒച്ചൂടോ? അമ്മ എടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെല്ലാവരും ബാക്കിൽ സെറ്റാണ്. വിപിൻ ഹിസ് ഹിയർ. സോ നമ്മൾ നമ്മുടെ കാർ എടുത്തിട്ടാണ് പോകുന്നത്. എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ് തിരിച്ചു വരുമ്പോഴൊക്കെ ഊബർ കിട്ടാനും പിന്നെ അവിടെ വെയിറ്റ് ചെയ്യാനും ഒക്കെ പാടാണ്. ഇതാകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് പോവാം. നമ്മൾ അവിടെ ഇപ്പോൾ ഒരു 2 o'clock ആകുമ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ എന്തായാലും ഒരു 1 o'clock ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് തനുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് കുറച്ച് ഏർലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്താറായി. ഇനി ഒരു 5 minutes. നമ്മളിപ്പം നമ്മുടെ ഫ്ലൈറ്റ് T1 നിന്നാണ് ടെർമിനൽ 1. അപ്പം നമ്മൾ T2 വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ടെർമിനൽ 1 പോകും. അതാണ് ഇപ്പോഴത്തെ വിപിൻ്റെ ഒരു പ്ലാൻ. നമ്മൾ വിപിൻ്റെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അത് മാത്രമാണ്. നമ്മുടെ ടൂർ ഗൈഡ്, ട്രാവൽ പാർട്ട്ണർ എല്ലാം പുള്ളിയാണ്. ഡ്രൈവർ കം ബഡ്ജറ്റ് കം എല്ലാം പുള്ളി തന്നെയാണ്. സോ നമുക്ക് സ്പോൺസർഷിപ്പ്, ഡ്രൈവർ, ഓൾ ഇൻ ഓൾ. സോ പുള്ളിയെ അനുസരിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ ഇനി ഒരു നെക്സ്റ്റ് 2 daysലേക്കുള്ള ഒരു പ്ലാനിങ്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇത് T2ന്റെ പാർക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ T2 വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ്സിന് T1 അതിനുശേഷം നമ്മൾ നേരെ പോയത് സെൽഫ് ചെക്ക് ഇൻ മെഷീൻ്റെ അടുത്തേക്കാട്ടോ. അപ്പോൾ ബോർഡിംഗ് പാസ് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോയാൽ അകത്ത് കയറിയിട്ട് വലിയ ജോലിപ്പാടൊന്നുമില്ല. സോ അങ്ങനെ വിപിൻ നമുക്ക് എല്ലാവർക്കും ഉള്ള ബോർഡിംഗ് പാസ് എടുക്കുമായിരുന്നു. എനിക്ക് ആക്ച്വലി ബേബി ഇവൻ കൂടെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ പോയി ബാക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. വിപിന് മാത്രം, എൻ്റെയും കൂടെ വിപിന് ചെയ്യാവുന്നതാണ്. സോ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോവുക. അതിന് മുന്നേ എനിക്ക് തനുവിനൊന്ന് ഫുഡൊക്കെ ഒന്ന് കൊടുക്കണം. സോ ലെറ്റ്സ് സീ. ഒരു ഷോപ്പ് പോലും ഇല്ല കേട്ടോ ഇവിടെ. റെനോവേഷൻ പ്രോഗ്രസ് ഇൻ ദ മേക്കിംഗ് എന്തൊക്കെയോ നടക്കുക. സോ ഒരു സാധനം ഇല്ല, ഒരു കട പോലും ഇല്ല. T1 ഞാൻ ആദ്യമായിട്ടാണ്. സോ വി ആർ ഗോയിങ് ടു ബോർഡിംഗ് ഗേറ്റ്സ്. തനു അത് കഴിഞ്ഞ് നമ്മളവിടെ ബേബി കെയറിൽ പോയിട്ട് അവൻ്റെ പാമ്പേഴ്സൊക്കെ മാറ്റിയിട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിനുള്ളിൽ. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡായി. അവൻ്റെ ഈ ഒരു കളിപ്പാട്ടുണ്ടല്ലോ അത് കൊടുത്തിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ പുള്ളി ഫുൾ ചില്ലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചു ഓക്കെ അവൻ ഉറങ്ങുമായിരിക്കുമെന്ന്. പക്ഷെ ഫ്ലൈറ്റിൽ കയറി എനിക്കൊന്ന് റീച്ച് ആവുന്നതിനൊരു 5 minutes മുന്നേ വരെ അവൻ നല്ല കളിയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ നന്നായി എൻജോയ് ചെയ്തു. ഇൻ ഫ്യൂച്ചറിൽ അവനത് ഓർമ്മയുണ്ടാകുമോ ഒന്നും അറിയില്ല. പക്ഷേ നമ്മളും എൻജോയ് ചെയ്തു, അവനും എൻജോയ് ചെയ്തു. നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ കരയാതെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഫീഡ് ചെയ്തിട്ട് എടുത്ത് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ചെവി വേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവർ കരയൂല. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുക. ഞാൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവന് ഫീഡ് ചെയ്തു, ഫ്ലൈറ്റ് എടുത്തപ്പോഴും ഫീഡ് ചെയ്തു കേട്ടോ. പിന്നെ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇൻഡിഗോൻ്റെ ക്രൂ അവർ അടിപൊളിയായിട്ട് തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വാഷ്റൂമിലൊക്കെ ഒന്ന് പോകും. അങ്ങനെ നമ്മൾ ഡാബോളിം എയർപോർട്ടിൽ എത്തിയിട്ടോ. ആക്ച്വലി ഈ ഒരു എയർപോർട്ട് നമുക്കിത് സെക്കൻഡ് ടൈമാണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ തരും. പക്ഷെ ഫസ്റ്റ് ടൈം പോലെ ഇത്തവണ ഞങ്ങളുടെ കൂടെ തനുവും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ദൈവം കൂടുതലൊന്നും പരീക്ഷിച്ചില്ല.
ഒരു ഹാഫ് ആൻ അവർ ആയില്ല, ഒരു 20 minutes. വിപിന്റെ ബാഗ്, ലാപ്ടോപ്പ് ബാഗ്, അത് ഫ്ലൈറ്റിലായി പോയി. എന്റെ പൊന്നെ. പിന്നെ നമ്മൾ ഓടിച്ചെന്ന് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. എവിടെയാ പോയത്? ഇൻഡിഗോന്റെ കൗണ്ടറിൽ പോയി. നമ്മള് ജസ്റ്റ് ഫ്രണ്ടില് എത്തി, ടാക്സിയിൽ കയറി ഒരു 2 minutes ഫ്രണ്ടിലോട്ട് ആയപ്പോഴത്തേക്കിന് ഞാൻ മൈക്കിന്റെ കാര്യം ഇങ്ങനെ എന്തോ ചോദിച്ചപ്പോഴാണ് അത് എടുത്തില്ല എന്നുള്ളത് ഓർത്തത്. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ബാഗ് കിട്ടി. നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പൊക്കോണ്ടിരിക്കുക. താങ്ക്സ് ടു ഇൻഡിഗോ. എനിക്ക് ഫസ്റ്റ്, ഞാൻ ലാസ്റ്റ് ടൈം വന്നത് എയർ ഇന്ത്യ ആയിരുന്നു. എയർ ഇന്ത്യയിലെ പ്രശ്നം കൊണ്ടാണ് ഞങ്ങളുടെ ബാഗ് ആക്ച്വലി 6-7 മണിക്കൂർ ഹോൾഡ് ആയത്. പക്ഷേ ഇത് ഇൻഡിഗോ, തനുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ആവട്ടെ, അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് അവരൊരു ചെറിയ കാർഡൊക്കെ സെറ്റ് ചെയ്ത് അവരത് തന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. താങ്ക്സ് ടു ഇൻഡിഗോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു, എന്താ പറയാ, ഒരു ആൾക്കാരോട് ഭയങ്കര ഒരു, എന്താ പറയാ, എയർ ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഇൻഡിഗോട് ഇത്രയും ഭയങ്കര ഒരു, എന്താ പറയാ, താങ്ക് യു പറയാനുള്ളത്. അപ്പോ താങ്ക്സ് ടു ഇൻഡിഗോ ആൻഡ് താങ്ക്സ് ടു, എന്താ പറയാ, ഗോഡ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ചെന്നു, ഹോട്ടലിലെത്തി. ഒരു 45 minutes എടുത്തു കേട്ടോ ട്രാവല്. കാറിലുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ ചെന്നു. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. അത് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്നൊരു ടീ കുടിച്ചാൽ മതി എന്നൊരു ഫീലായിരുന്നു. എനിക്ക് കുറച്ച് ചെറുതായിട്ട് തലവേദനയൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ടീ കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നേരെ വന്ന് നമ്മൾ ചായ കുടിക്കുന്നിടത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അവിടുന്ന് പിന്നെ നമ്മൾ നടന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് 2nd floor ആയിരുന്നു. നമ്മൾ റൂമിലെത്തി. അപ്പോൾ 2 റൂമും, നമുക്കുള്ള റൂമും അച്ഛൻ്റെ അമ്മയുടെ റൂമും തമ്മിൽ ഒരു 10 rooms വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരേ ഫ്ലോർ തന്നെ ഒരു 10 rooms വ്യത്യാസമായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി എന്നുള്ള ഫീലായിരുന്നു. സോ ഇതാണ് അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത റൂം. സോ 2 റൂമും ഒന്നാണ്. നമ്മുടെ ബാൽക്കണി വ്യൂ മാത്രം കുറച്ച് ഡിഫറൻസ്. കയറി വരുന്നത് നമുക്കിവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം ലോക്കർ, പിന്നെ നമ്മുടെ അയൺ ബോക്സ്, അയൺ ചെയ്യുന്ന ഏരിയ, നമുക്കൊരു ചപ്പൽ, അങ്ങനെ. പിന്നെ നമ്മൾക്ക് നേരെ വന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, ഇത് ആക്ച്വലി കണ്ട ഒരു കബോർഡ് മിറർ പോലെയൊക്കെ തോന്നും, പക്ഷെ അതല്ല. നമ്മുടെ ബാത്റൂമാണ്, വാഷ്റൂമാണ്. നമുക്ക് ബാത്തിങ് സെക്ഷനും ഉണ്ട്, ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. ഇത്രയാണ് ഒരു ക്വൈറ്റ് സ്മോൾ ഏരിയ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബെഡ് ഇവിടെയാണ്. സോ നമുക്ക് വീട്ടിൽ നമ്മളിപ്പോൾ 2 അച്ഛൻ മാറാനാടുന്നു. അപ്പോൾ നമ്മുടെ ബെഡ് ഇതാണ്. തനുവിന് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ ബെഡിൽ കിടന്ന് കളിക്കണം, അതുകൊണ്ടാണ്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലം അവരെ കാണിച്ച്, അമ്മ അച്ഛനും ഇരിക്കുകയാണ്. റൂം ഇഷ്ടമായോ? ഓക്കെ. എന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ബാൽക്കണിയാണ്. അച്ഛൻ ആഗ്രഹം പൂൾ വ്യൂ ഉള്ള ബാൽക്കണി ആയിരുന്നു, അത് നമ്മൾ എടുത്തു. സോ അച്ഛന് നമ്മൾ ഗാർഡൻ ഏരിയ വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ഈ റൂമിനെ വിഷയം. അത് കഴിഞ്ഞ് നമ്മൾ പൂളിൽ പോയി കേട്ടോ. ഒരു 1 hour ഒക്കെ റെസ്റ്റ് ചെയ്തിട്ട് പൂളിൽ പോയി. തനുവിൻ്റെ ആക്ച്വലി അവൻ്റെ ഒരു 6 months നമ്മൾ പൂളിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ സ്വിംവെയർ ഒക്കെ ഇട്ടിട്ട് അവനെ ഇപ്പോഴാണ് പൂളിൽ ഇറക്കുന്നതും അവൻ ഇത്ര എക്സൈറ്റഡ് ആയി കാണുന്നതും. ഇത് കിഡ്സ് പൂളിലാണ്. നമ്മളപ്പോൾ ആദ്യത്തെ ദിവസം ഓക്കെ അവനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യമായിട്ട് അവനെ ഇറക്കിയ സമയത്ത് അവൻ കരയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു 6 months. പക്ഷേ ഇപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ്, അതിൽ നിന്ന് കയറാൻ പോലും സമ്മതിക്കുന്നില്ല. പക്ഷേ ഇതിൽ അവന് സെറ്റല്ല കേട്ടോ. ഈ ഒരു റൗണ്ട് സാധനത്തിൽ അവന് കുറച്ചും കൂടെ കുട്ടിയായതുകൊണ്ട് ഇത് സെറ്റല്ല. പിന്നെ അമ്മയും അച്ഛനും ആസ് യൂഷ്വൽ കാണികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ രണ്ടുപേരും പൂൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ ഇവനെ പൂൾ എക്സ്പീരിയൻസ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളും കുറച്ച് നേരം പൂളിലൊക്കെ ഇറങ്ങി. അതിന് ശേഷം നമ്മൾ ഫ്രഷനപ്പായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് തന്നെയാണ്, ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കാവ എന്നാണ്. അന്ന് ആക്ച്വലി അവിടെ
അവിടെ ബംഗാൾ ഫുഡ് ഫീസ്റ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ ബൊഫയിൽ കുറേ കാര്യങ്ങൾ ബംഗാളീഷ് ഫുഡുകൾ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ട്രൈ ചെയ്തു കുറേ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളും പിന്നെ തനുവിനുള്ളത് ഞാൻ ഓൾറെഡി പാക്കറ്റ് ഫുഡ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ എന്തായാലും രാത്രിയിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറുക്കാണ് കൊടുത്തത് അവന്. പിന്നെ അവൻ കുറച്ച് ഫിഷ് ഗ്രില്ലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റെഡ് റൈസ് ആണല്ലോ അവിടുത്തെ താലിക്ക് യൂസ് ചെയ്യുന്നത്. സോ അച്ഛൻ വാസ് സോ ഹാപ്പി ബിക്കോസ് റെഡ് റൈസ് കണ്ടതുകൊണ്ട്. പിന്നെ ഫിഷിൻ്റെ വിവിധ തരം ഐറ്റംസ് ആയിരുന്നു കേട്ടോ. പോയതിൻ്റെ ടയേർഡ്നെസ്സും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അത്ര വിശപ്പ് ആക്ച്വലി ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് പുറത്തുനിന്ന് അങ്ങനെ ഒത്തിരി ഫിഷ് ഞാൻ കഴിക്കാറില്ല പൊതുവേ. അതുകൊണ്ട് ഞാൻ ഫിഷ് ഒത്തിരി ഒന്നും ട്രൈ ചെയ്തില്ല. അച്ഛനും വിവിനും നന്നായി ഫിഷ് ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ വിവിധ തരം എല്ലാം ചൈനീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണല്ലോ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചമ്മലായിരുന്നു. അതുകൊണ്ട് ഒന്നും നന്നായിട്ട് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചെന്ന ആ ദിവസത്തെ ടയേർഡ്നെസ്സും ഒക്കെ ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാം തുറന്ന് നോക്കി എന്നല്ലാണ്ട് പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷെ നല്ല യമ്മി ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. എനിക്കിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പം വീണ്ടും പോയി കഴിക്കാൻ വേണ്ടി തോന്നുന്നു. വിവിധ തരം സാലഡ്സ്, സ്വീറ്റ്സ് അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്ലേറ്റ്. കൂടുതലും ഞാൻ ചില്ലി ചിക്കനാണ് എടുത്തത്, ഡ്രൈ എടുത്തു. പിന്നെ കുറച്ച് റൈസും കേർഡും അത് മാത്രമാണ് ഞാൻ എടുത്തത് രാത്രി. പിന്നെ സ്വീറ്റ്സ് ഒന്നും ഒത്തിരി കഴിച്ചില്ല. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കാത്തതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഗിൽറ്റി ഫീലാണ്. അയ്യോ കഴിക്കാമോ വേണോ എന്നുള്ളത്. പിന്നെ പൊതുവേ അത്ര സ്വീറ്റ്സ് ഞാൻ കഴിക്കാറുമില്ല കേട്ടോ. അപ്പോൾ കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബൊഫെ ആണല്ലോ, പൊതുവേ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. പിന്നെ അവിടുന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു. നല്ല കാറ്റായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബായ്.